സമീപകാലത്തായി വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഏർലി മെനാർക്കി. അതായത് 10 വയസ്സിന് മുൻപേ ആദ്യ ആർത്തവം വരുന്നതിനെയാണ് ഏർലി മെനാർക്കി എന്ന് പറയുന്നത്. ഏർലി മെനാർക്കി ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സമ്മർദ്ദകരമായ കുടുംബ സാഹചര്യങ്ങൾ ഒരു കാരണമാണ്. അതുപോലെ 3 വയസ്സിനും 5 വയസ്സിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ അനിമൽ പ്രോട്ടീൻസ് അഥവാ ബ്രോയിലർ ചിക്കൻ പോലെയുള്ള അനിമൽ പ്രോട്ടീൻസ് കൂടുതൽ അളവിൽ കഴിക്കുകയും അതേസമയം വെജിറ്റബിൾ പ്രോട്ടീൻ്റെ അളവ് ആഹാരത്തിൽ കുറയുകയും ചെയ്യുന്നത് ആർത്തവം നേരത്തെയാക്കാനുള്ള ഒരു കാരണമാണ്. അതുപോലെ ചില കോസ്മെറ്റിക് ഐറ്റംസിലുള്ള കെമിക്കൽസിനോടുള്ള എക്സ്പോഷറും മെനാർക്കി നേരത്തെയാവാനുള്ള കാരണമായേക്കാം. ഇനി ഏർലി മെനാർക്കിയുടെ ആഫ്റ്റർ ഇഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടിക്ക് ശരീരത്തിലുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള സൈക്കോളജിക്കൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ടാവില്ല. തന്മൂലം പലവിധമായ മാനസിക പിരിമുറുക്കങ്ങളും ഇതേ തുടർന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായി മെനാർക്കിക്ക് ശേഷം ലീനിയർ ഗ്രോത്ത് കുറയും. പ്യൂബാർക്കി സ്റ്റേജിന് ശേഷം ഒരു ഗ്രോത്ത് സ്പേർട്ട് എന്നൊരു സ്റ്റേജ് പറഞ്ഞു അല്ലേ? ആ ഒരു സമയത്താണ് ഒരു പെൺകുട്ടിയുടെ പീക്ക് ഹൈറ്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നത് എന്നും പറഞ്ഞു. ഒരു കുട്ടിയുടെ പേരൻസിൻ്റെ ആവറേജ് ഹൈറ്റ് അനുസരിച്ച് ആ കുട്ടി 10 മുതൽ 12 വയസ്സിനിടയിൽ അറ്റൈൻ ചെയ്യുന്ന ഒരു മാക്സിമം ഹൈറ്റ് ഉണ്ട്. ആ ഒരു ഹൈറ്റ് അറ്റൈൻ ചെയ്യുന്നത് ഈ ഗ്രോത്ത് സ്പേർട്ട് സ്റ്റേജിലാണ്. മെനാർക്കി ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ലീനിയർ ഗ്രോത്ത് കുറയും. അതായത് ഏർലി മെനാർക്കി ആകുന്ന പെൺകുട്ടികളിൽ നോർമലി ഉണ്ടാകേണ്ട ഒരു ഹൈറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്.